സ്കീമ മാർക്കപ്പ് കോഡ്. ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ SEOയിൽ കേട്ട് വരുന്ന ടേമായിരിക്കും, അല്ലെങ്കിൽ ഇതിനു മുന്നേയും ഒരുപാട് ആളുകൾ ടെക്നിക്കൽ SEOയിൽ മേജറായിട്ട് കേട്ട് വരുന്ന ടേമായിരിക്കും ഈ സ്കീമ മാർക്കപ്പ് കോഡ് എന്നുള്ളത്. സ്കീമ നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസിബിലിറ്റി SERPയിലും ChatGPT പോലുള്ള AI ടൂളിലും കൂടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സോ എങ്ങനെ നമുക്ക് ഈ സ്കീമ മാർക്കപ്പ് കോഡ് ജനറേറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഈ ഗൂഗിളിനും അതുപോലെ തന്നെ സെർച്ച് റിസൾട്ടിലൊക്കെ നമ്മുടെ എക്സ്ട്രാ ആയിട്ട് റിച്ച് സ്നിപ്പെറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ടാണ് ഈ സ്കീമ വർക്ക് ചെയ്യുന്നത്. സോ നമ്മുടെ ഈ ഒരു സ്കീമ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കീമ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. FAQ സ്കീമ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്കീമ, സെവി സ്കീമ, പേഴ്സൺ സ്കീമ ആൻഡ് ഓർഗനൈസേഷൻ സ്കീമ. സോ ഈ ഒരു കേസിൽ നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എല്ലാ സ്കീമുകളും നമ്മുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതൊരു അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് വർക്ക് ചെയ്യും. ഇത് നമ്മുടെ റാങ്കിങ് SERPയിലും അതുപോലെ തന്നെ ഈ AU, GEO പോലുള്ള ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ChatGPTയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ വിസിബിലിറ്റി ഇൻക്രീസ് ആവുന്നുണ്ടാവും. സോ എങ്ങനെയാണ് ആ ഒരു സ്കീമ മാർക്കപ്പ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമ്മൾ സ്കീമ മാർക്കപ്പ് ജനറേറ്റർ അല്ലെങ്കിൽ സ്കീമ ജനറേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾ കാണാൻ പറ്റും. ഈ ടെക്നിക്കൽ SEO എന്ന് പറഞ്ഞിട്ടുള്ള ടൂളിൽ നമ്മൾ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും, വിച്ച് സ്കീമ ഓർഗ് മാർക്കപ്പ് വുഡ് യു ലൈക്ക് ടു ക്രിയേറ്റ്. സോ ഇവിടെ നമുക്ക് ഒരുപാട് സ്കീമ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സ്കീമയും കൂടി വലിച്ചു വാരി വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല. സോ ഇവിടെ നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കീമകൾ ഏതൊക്കെയാണോ അത് നമുക്കൊരു വെബ്സൈറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കാം. സപ്പോസ് നമ്മളുടെ ഒരു പോർട്ട്ഫോളിയോ ആണെന്ന് വിചാരിക്കാം. സോ അവിടെ ഒരു FAQ പേജസ് ഒക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ FAQ സ്കീമ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ FAQ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള FAQ ക്വസ്റ്റ്യൻസ് ഒക്കെ കറക്റ്റായിട്ട് വാട്ട് ഈസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആൻസറും ലൈക്ക് മാർക്കറ്റിംഗ് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ എന്താണോ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അഡീഷണലി ഓരോ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യെങ്കിൽ നമുക്ക് ആഡ് ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അവിടെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മെസ്സായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കാം. സോ അങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ FAQ പേജ് സ്കീമയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസറും കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്കീമ ജനറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ ക്വസ്റ്റ്യൻ്റെയും ആ ഒരു ആൻസേഴ്സ് ഒക്കെ ഒരു കോഡായിട്ട്, ഒരു മാർക്കപ്പ് കോഡായിട്ട് ജനറേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു കോഡാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് കോപ്പി ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇങ്ങനെ FAQ പേജസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാം ഓരോ സ്കീമാസും. ഇതേപോലെ ഇപ്പം എക്സ്ട്രാ ആയിട്ട് നമുക്കിപ്പം നമ്മൾ പോർട്ട്ഫോളിയോ ആണെങ്കിൽ പേഴ്സൺ സ്കീമയാണ്. ഇനി സപ്പോസ് നിങ്ങളതൊരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ സ്കീമയാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർഗനൈസേഷൻ സ്കീമ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിക്കുന്നുണ്ടാവും. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസേഷൻ മാത്രം കൊടുക്കാം. അവിടെ നെക്സ്റ്റ് ഓർഗനൈസേഷൻ്റെ പേര് ചോദിക്കുന്നുണ്ടാവും. അപ്പം ഓർഗനൈസേഷൻ്റെ പേര് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഓൾട്ടർനേറ്റ് നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നെയിമോ അല്ലെങ്കിൽ സെയിം നെയിം തന്നെ എന്ത് ചെയ്താൽ മതി, അവിടെ ഓൾട്ടർനേറ്റ് നെയിമിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൻ്റെ URL അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ആ URL നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ ലോഗോ URL, നമുക്ക് ലോഗോ URL വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ ലോഗോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഒരു ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്യാനുണ്ടാവും. അവിടെ ലോഗോ URL നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ സോഷ്യൽ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ടാവും. അപ്പം നമ്മുടെ ഏതൊക്കെ സോഷ്യൽ പ്രൊഫൈൽസ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ആ സോഷ്യൽ പ്രൊഫൈൽസ് കംപ്ലീറ്റ്ലി നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ സോഷ്യൽ പ്രൊഫൈൽസ് കംപ്ലീറ്റ്ലി കൊടുത്തതിന് ശേഷം ഓരോ സോഷ്യൽ പ്രൊഫൈലിൻ്റെയും പ്രൊഫൈൽ URL മസ്റ്റായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ്
ഗൂഗിളിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. സോ അതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്ക് ആ കാര്യങ്ങൾ കൊടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് ആഡ് കോൺടാക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ടെക്നിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ സെയിൽസ് സപ്പോർട്ടോ അങ്ങനെ ബിൽ പേയ്മെൻറ്റൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൾ ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്കിവിടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ഈ ഡീറ്റെയിൽസ് മൊത്തം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എന്ത് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും? ഓർഗനൈസേഷൻ സ്കീമ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്ന സോഷ്യൽ പ്രൊഫൈൽസിൽ ഏതിലെങ്കിലും ലിങ്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോഡ് എറർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇല്ലാത്ത പ്രൊഫൈലിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ സോഷ്യൽ പ്രൊഫൈൽ ടിക്ക് ചെയ്യേണ്ട, ബാക്കി ഉള്ളത് മാത്രം എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെയൊക്കെ പ്രൊഫൈൽ URL നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോ അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു പുതിയ ഓർഗനൈസേഷൻ സ്കീമയും നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി നേരെ മറിച്ച് നമ്മളൊരു പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സൺ സ്കീമ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നമ്മുടെ പേര്, ഇതേപോലെ ഓർഗനൈസേഷൻ കേസ് പോലെ പേര്, നമ്മുടെ വെബ്സൈറ്റ് URL, പിക്ചർ URL എന്നുള്ളത് നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കോപ്പി ഇമേജ് അഡ്രസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ കോപ്പി ഇമേജ് അഡ്രസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് പിക്ചർ URL കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ നമ്മൾ ഓർഗനൈസേഷൻ്റെ കേസിൽ കണ്ട പോലെ തന്നെ നമുക്ക് അവിടെ ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അതുപോലെ തന്നെ യൂട്യൂബ് ഏതൊക്കെയാണോ ഉള്ളത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേസിൽ നമുക്ക് നേരത്തെ ഇല്ലാത്ത ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ടാവും, ജോബ് ടൈറ്റിലും കമ്പനിയും. നിങ്ങൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ജോബ് ടൈറ്റിൽ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആൻഡ് കമ്പനി ഏതാണെന്ന് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ ഒരു പേഴ്സൻ്റെ പോർട്ട്ഫോളിയോ ആണെങ്കിൽ ആ പേഴ്സണെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് സെർച്ച് എഞ്ചിനൊക്കെ കിട്ടുന്നുണ്ടാവും. സോ അത് കുറച്ചുകൂടി നമ്മുടെ പ്രൊഫൈൽ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ വിസിബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ChatGPT പോലുള്ള ഡിഫറെൻറ്റ് ടൂളുകളിൽ കുറച്ചുകൂടി കൂടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഈ പേഴ്സൺ സ്കീമയും അതുപോലെ ഓർഗനൈസേഷൻ സ്കീമയും FAQ സ്കീമയും പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കീമുകളുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോക്കൽ ബിസിനസ്സുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ ബിസിനസ് സ്കീമ ചെയ്യാവുന്നതാണ്. ഇനി പ്രൊഡക്റ്റുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് സ്കീമ ചെയ്യാവുന്നതാണ്. റെസിപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേജ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്കീമ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് ഇവൻറ്റുകൾ, ഇപ്പം ഇവൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഇവൻറ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവൻറ്റ് സ്കീമയൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും, എവിടെയാണ് പരിപാടി നടക്കുന്നത്, ഇവൻറ്റിനെ പറ്റിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടാവും. സോ നമ്മൾ അതൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കോഡ് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ജനറേറ്റ് ചെയ്യുന്ന കോഡാണ് നമ്മൾ വെബ്സൈറ്റിലേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ബിസിനസ്സിന് സൂട്ടബിൾ ആയിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സ്കീമാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓർഗനൈസേഷൻ സ്കീമയാണോ വേണ്ടത്, അല്ലെങ്കിൽ പേഴ്സൺ സ്കീമയാണോ വേണ്ടത്, ഈവൻ FAQ സ്കീമയാണോ, ഏത് സ്കീമയാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ജനറേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ ഇപ്പം ഒരു പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ അവർ ഓർഗനൈസേഷൻ സ്കീം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഭാര്യ വിളിച്ച് കൊടുക്കുന്നതിന് പകരം എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു സ്കീം മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് CDAയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.